ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. കുറേ നാളുകളായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കാരണം ഞാനിപ്പോൾ താമസം മാറി. കണ്ണൂരുള്ള എൻ്റെ വീട്ടിൽ നിന്നും ഞാൻ കോഴിക്കോടേക്ക് ജോലി സംബന്ധമായി മാറി. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. വീടൊക്കെ ഒന്ന് സെറ്റാക്കുന്ന തിരക്കിലായിരുന്നു. ഇപ്പോൾ ഞാൻ കോഴിക്കോട് കോവൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസമൊക്കെ. ഏകദേശം നന്നായിട്ട് സുഖമായിട്ട് പോകുന്നു. എല്ലാവരും സുഖമായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് വിജയദശമി ആയിരുന്നു. നമ്മൾ ആഘോഷിച്ചത് വിജയദശമിയായിരുന്നു. കൂടാതെ ഇന്ന് ദസറ ആഘോഷിച്ചു അല്ലേ? ഇത് രണ്ടും എന്താണെന്ന് നിങ്ങൾ അറിയൂ? അതായത് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ദസറ എന്താണ്, വിജയദശമി എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണോ? അല്ല, രണ്ടും രണ്ടാണോ? ഇതിൻ്റെ പുറകിൽ ഇന്ന് നിലവിൽ കേട്ടുവരുന്ന രണ്ട് കഥകളാണുള്ളത്. ഒന്ന്, ദസറയായിട്ട് സംബന്ധിച്ചിട്ട് കേട്ടുവരുന്ന കഥ. മൈസൂരൊക്കെ ദസറ ഭയങ്കര സംഭവമാട്ടോ. ഞാനൊക്കെ പോയി കണ്ടതാണ്. പറ്റുമെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു അടിപൊളി സംഭവമായിരിക്കും. ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായിരിക്കും. കണ്ണൂർ ദസറ ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങളെ കുറേ പേര് കണ്ണൂരുള്ളവർ കണ്ടിട്ടുണ്ടാകും. എൻ്റെ അമ്മയൊക്കെ പോയി കണ്ടിരുന്നു. ഓക്കെ. ഇനി ദസറയെക്കുറിച്ച് ഒരു നിലവിൽ ഇപ്പോൾ കേട്ടുവരുന്നൊരു കഥ ഞാൻ പറയാം. ശ്രീരാമൻ രാവണൻ്റെ മേൽ നിർത്തിയ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന ഒരു ആഘോഷമായിട്ടാണ് ദസറ കാണുന്നത്. വിജയദശമി മഹിഷാസുര മർദ്ദനത്തിൻ്റെ ഓർമ്മക്കായിട്ട് ദേവി മഹിഷാസുരനെ വധിച്ച് ജനങ്ങൾക്ക് മുക്തി നൽകിയ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആഘോഷിക്കുന്നത്, വിജയദശമി ആഘോഷിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ കേട്ട കഥയാണ്, അറിയുന്ന കഥയാണ്. ഇപ്പോഴിതിലെന്താണ് ഇത്ര പറയാനുള്ളത് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ മുന്നേ വീഡിയോകൾ ചെയ്തു വന്ന സമയത്ത് ഹിന്ദു എന്താണ്, ഹിന്ദു മതം എന്താണ് എന്നൊക്കെ ഞാൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ദസറ വെച്ചിട്ട് എന്താണ് സംഭവം എന്നുള്ളത്, അല്ലെ വിജയദശമി വെച്ചിട്ട് ഇതെന്താണ് സംഭവം എന്നുള്ളത് നിർവചിക്കാനുള്ള ഒരു ശ്രമമാണ്. ഓക്കെ, ഇത് ദസറയും വിജയദശമിയും കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന മതങ്ങളെക്കുറിച്ചിട്ട്. ഒന്ന് ശൈവർ, ഒന്ന് ശാക്തേയർ, ഒന്ന് വൈഷ്ണവർ. ഇങ്ങനെ 3 മതങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇതേ ആചാരത്തിലും ഇതേ രീതിയിലുമുള്ള കുറേ മതങ്ങളെ കൂട്ടിച്ചേർത്ത് ഇണക്കി ഉണ്ടാക്കിയതാണ് ഹിന്ദുമതം എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ദസറയും വിജയദശമിയും ഒക്കെ. ആദ്യം ഉണ്ടായത് അർദ്ധനാരീശ്വര രൂപമായ ശൈവനെ ആരാധിച്ചിരുന്ന ശൈവരുടെ ഭൂതഗണങ്ങളായിരുന്നു മനുഷ്യന്മാർ. അവരെ ഭൂതഗണങ്ങൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. ശൈവർ, അതായത് ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വയംഭൂവാണ്. ഉണ്ടായ സ്ഥലത്തൊക്കെ സ്വയംഭൂവാണ് അല്ലേ? പിന്നെ ശിവൻ്റെ പല അമ്പലങ്ങളുമുണ്ട്, വിഗ്രഹം വെച്ചിട്ടുള്ള അമ്പലങ്ങളുമുണ്ട്. ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് എന്താണ്? ശിവലിംഗമാണ്. ഈ ശിവലിംഗത്തിൻ്റെ രൂപം ഞാൻ മുന്നേ പറഞ്ഞതാണ്, എലിപ്സോയിഡാണ്. ഇനി ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, സയൻസായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകകോശ ജീവിയുടെ രൂപം എന്താണ്? എലിപ്സോയിഡാണ്. അതായത് ഒരു കോശ ജീവിയിൽ നിന്നാണ്, ഏകകോശ ജീവിയിൽ നിന്നാണ് ഈ കാണുന്ന ജീവികൾ എല്ലാം ഉണ്ടായത് എന്ന് അർത്ഥമാക്കാനാണ് ശിവലിംഗത്തെ നമ്മൾ ആരാധിക്കുന്നത് എന്നാണ് ഒരു വിശ്വാസം. അങ്ങനെയും വിശ്വസിച്ചുകൂടെ? നിങ്ങൾ വിശ്വസിക്കുന്നത് കൂടാതെ. അപ്പം അങ്ങനെയാണ് ആ കാര്യങ്ങൾ ഉണ്ടായത്. അപ്പോൾ ശൈവ രൂപം എന്ന് പറഞ്ഞാൽ അർദ്ധനാരീശ്വര രൂപമായിട്ടാണ് പണ്ടുള്ളവർ ഭജിച്ചു വന്നത്, ആരാധിച്ചു വന്നത്. അർദ്ധനാരീശ്വര രൂപം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇല്ലാതെ ഒരു പുതിയ ജീവൻ ഉണ്ടാവില്ല. ഒരു സ്ത്രീലിംഗം, ഒരു പുരുഷലിംഗം വേണം. എന്നാൽ മാത്രമേ ഒരു പുതിയ ജീവൻ ഉണ്ടാവുള്ളൂ. അത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഏത് ജീവിയിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ
അങ്ങനെയാണല്ലോ. അപ്പോൾ സ്വയം ഉണ്ടാവുന്ന ഒരു ജീവിയും ഈ ഭൂലോകത്തില്ല. അപ്പോൾ ഈ ഏകകോശ ജീവിയിൽ നിന്ന് 2 കോശ ജീവി ഉണ്ടാവണമെങ്കിൽ അത് എന്താണ്, അർദ്ധനാരീശ്വര രൂപമായിട്ടാണ് പണ്ടുള്ളവർ കണ്ടുപോന്നിരുന്നത്. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വര രൂപമായ ശൈവരൂപത്തെ ആരാധിച്ചത്. അപ്പം ഭൂമിയിൽ ഏറ്റവും കഴിവുള്ളതാർക്കാണ്? കഴിവുള്ളത് പല ജീവികളുണ്ട്, പക്ഷേ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ഒറ്റ ജീവി മാത്രമേ ഉള്ളത് മനുഷ്യനാണ്. മനുഷ്യൻ ഇത്രയും അധപ്പതിച്ച സമയത്ത് മനുഷ്യരിൽ ചില ആളുകൾ ശക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട്, പണം കൊണ്ട് അഹങ്കരിക്കുമല്ലോ. ആ സമയത്ത് ജനങ്ങൾക്ക് ദ്രോഹമായി മാറിയപ്പോൾ അർദ്ധനാരീശ്വര രൂപത്തിലെ നാരീരൂപമായ മാതാവിൻ്റെ രൂപം, ആ മാതാവിന് എന്തു പറ്റി? ഈ ഒരു മാതാവിൻ്റെ ഹൃദയം പടഞ്ഞു, മക്കൾ നശിക്കുന്നു എന്നുള്ള രൂപത്തിൽ വന്ന സമയത്ത് ആ ആസുരീകമായ സ്വഭാവമുള്ള മനുഷ്യനെ ആ മാതാവ് ശിക്ഷ നൽകി. ആ ഒരു ഐതിഹ്യത്തിൻ്റെ പുറത്തായിരുന്നു ശൈവർ എന്താഘോഷിച്ചിരുന്നത്? ഈ നവരാത്രി ആഘോഷിച്ചിരുന്നത് പണ്ട് കാലത്ത്. പിന്നീട് എന്തായി? ഈ അർദ്ധനാരീശ്വര രൂപത്തിൽ നിന്ന് ഈ മാതാവിനെ വേർതിരിച്ചെടുത്ത് ഒരു ഭഗവതിയാക്കി മനുഷ്യർ ആരാധിച്ചു വന്നു. അവനാണ് ആര്? ശാക്തേയർ. അപ്പോൾ ശാക്തേയരുടെ ആഘോഷത്തിൽ മെയിൻ പ്രധാനമായിട്ട് വന്ന ഒരു ആഘോഷമായി ഇത്. കാരണം അന്ന് മാതാവിൻ്റെ രൂപത്തിലാണല്ലോ, അർദ്ധനാരീശ്വര രൂപത്തിൽ നിന്ന് നിന്ന് മാതാവ് വന്നിട്ടാണല്ലോ അന്ന് രക്ഷിച്ചത്. ആ ഒരു ഐതിഹ്യത്തെ എടുത്ത് മാതാവിൻ്റേതാക്കി അവരാഘോഷിച്ചു. അപ്പോൾ വൈഷ്ണവർക്ക് ഇത് രണ്ടുമില്ല. ഇപ്പം വൈഷ്ണവർക്ക് ഇത് രണ്ടും ഇല്ലാതിരുന്ന സമയത്ത് അവർ ദസറ ആഘോഷിച്ചു. അവതാര രൂപം എടുത്ത് ആസുരീക ശക്തി മനുഷ്യൻ്റെ മേൽ, മറ്റുള്ള മനുഷ്യരുടെ മേൽ നടത്തിയ ആധിപത്യത്തിനെ ചെറുത്തു നിൽക്കുന്ന ഒരു ദൈവിക രൂപമായി ശ്രീരാമനെ അവതരിപ്പിക്കുകയും ആ ശ്രീരാമൻ്റെ വിജയത്തെ അവരെന്താക്കി? ഈ ദസറ എന്നുള്ള ആഘോഷമാക്കി മാറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവണൻ്റെ കഥയിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാവണൻ എന്തിനാണ് രാവണന് എന്തിനാണ് രാമനോട് ദേഷ്യം വരേണ്ടത്? രാമന് എന്തിനാണ് രാവണനോട് ദേഷ്യം വരേണ്ടത്? രാമനൊരു കാരണമുണ്ടല്ലേ, സീതയെ കട്ടുകൊണ്ടുപോയി എന്നുള്ളത്. രാവണന് ഒരു കാരണം വരാനുള്ളത്, തൻ്റെ അനുജത്തിയെ ആര് ദ്രോഹിച്ചു? ലക്ഷ്മണനും ശ്രീരാമനും കൂടി ദ്രോഹിച്ചു. ഇതിന് പോയിട്ട് എന്ത് ചെയ്യണം? ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒന്നുകിൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതായത് എൻ്റെ ഒരു പെങ്ങളെ ഏതും കൊരുത്തൻ ഇതേപോലെ ചെയ്താൽ ഞാൻ പോയി അവനെ അടിക്കും, അല്ലേ? നിങ്ങളായാലും അടിക്കുമല്ലേ ചെയ്യുക. അല്ലാതെ ഞാൻ പോയി എൻ്റെ പെങ്ങളെ ദ്രോഹിച്ചോ എൻ്റെ ഭാര്യനെ കട്ടുകൊണ്ട് വരുമോ? ഇല്ലല്ലോ. അപ്പം അതൊരു കഥയിൽ ലോജിക്കില്ലാത്തൊരു കഥയായിപ്പോയി. ആരും വിരോധം തോന്നരുത്. രാമൻ്റെ കഥ ചുരുക്കി വായിക്കുമ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനോട് എനിക്കൊരു മമത തോന്നിയിട്ടില്ല, അതായത് ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷേ ഈ കഥകളൊക്കെ നമുക്ക് കേട്ടിരിക്കാൻ സുഖമുണ്ട്. മനുഷ്യകുലത്തിന് വേണ്ടി, മനുഷ്യന് വേണ്ടി, അതായത് ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരു ദൈവം പോരാടി. അപ്പോൾ ആ ദൈവത്തിനെ ആരാധിക്കുമ്പോൾ നമുക്കൊരു ഇത് തരും. അതായത് ദേവിയായാലും ശിവനായാലും ആർക്ക് വേണ്ടിയിട്ടാണ് പോരാടിയിട്ടുള്ളത്? വിജയദശമിയിൽ സ്വന്തം ജീവികൾക്ക്, ഞാൻ കാരണമുണ്ടായ എൻ്റെ ജീവികൾ അവരുടെ മക്കളാണ്. അപ്പം മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പോരാടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ആഘോഷത്തെ അത്രയും ആഘോഷിക്കുന്നത്, നമുക്ക് വേണ്ടി ഒരാൾ വന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് നേരെ അവൻ്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഏതോ ആസുരീക ശക്തിയെ തല്ലി തോൽപ്പിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ആവില്ലല്ലോ. എന്നിട്ടോ ആ ഭാര്യയെ സ്വന്തമായി വെച്ചതുമില്ല. പോട്ടെ, ആ കഥയങ്ങ് പോട്ടെ. അത് നമ്മൾ വെറുതെ ആലോചിച്ചിട്ട് BJP-ക്കാരുടെ വേണിച്ചെടുക്കണ്ടല്ലോ, ദേഷ്യം വേണിച്ചെടുക്കണ്ട. അപ്പോൾ ഇതൊന്നൊന്ന് പറയണം തോന്നി, അതിനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ഈ സംഭവത്തിൽ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.